ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ എക്സാക്റ്റ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ വരുന്നത്. നമുക്ക് നല്ലൊരു സപ്പോർട്ട്, അതായത് സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ് അതായത് ഡിമാൻഡ് സോണിൽ നിന്നാണ് നമുക്ക് നല്ലൊരു പുൾ ബാക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ദെൻ മാർക്കറ്റ് ഇപ്പോൾ അവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഒരു പോസിറ്റീവിലേക്ക് എല്ലാം നീങ്ങിയിട്ടുണ്ട്. FIDA ഡാറ്റ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അനാലിസിസ് പോസിറ്റീവായിരുന്നു. മാർക്കറ്റ് ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടും അവിടെ നിന്നൊരു ക്വിക്ക് സെൽ ഓഫ് ഒന്നും വരാണ്ട്, അതായത് താഴേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് നമുക്കെന്താ ഡിമാൻഡ് സോൺ, പ്രത്യേകിച്ച് നിഫ്റ്റിയൊക്കെ ശരിക്കും ഡിമാൻഡ് സോണിൽ നിന്ന് നല്ലൊരു പുൾ ബാക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഡേ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ക്ലോസ് ആയത്. അപ്പോൾ അത്രയും എക്സാക്റ്റായിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ ആ താഴെ വീണപ്പോൾ നമ്മളൊരു ട്രേഡിലും കയറിയിട്ടുണ്ടായി. 3.3% എന്താ അത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ ടെലഗ്രാമിൽ അതിൻ്റെ മെസ്സേജും കൊടുത്തിട്ടുണ്ട്, കാണിക്കാം. അപ്പോൾ അങ്ങനെ എക്സാക്റ്റായിട്ട് നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഫുൾ ഒരു അത്യാവശ്യം നമ്മൾ ഒരു 80% നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്ത് തന്നെ പോകാറുണ്ട്. പിന്നെ അതല്ലാതെ ഏതെങ്കിലും നമുക്ക് പെട്ടെന്നുള്ള ഒരു ന്യൂസ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ അതിനൊരു ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. സോറി. അപ്പോൾ അത്രയും നമ്മൾ ക്ലിയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ആ വീഡിയോ കാണണേ, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കതൊരു വലിയ കമ്മ്യൂണിറ്റി ആക്കാം. അതോടൊപ്പം തന്നെ നമുക്കെന്താ എല്ലാവർക്കും അതിന് മീൻസ് മാർക്കറ്റിൽ സിമ്പിളായിട്ട് തന്നെ ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാം എന്നുള്ളതിലാണ് നോക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലായാലെങ്കിലും എന്താ അതിനനുസരിച്ചുള്ള ട്രേഡ് പ്രിപ്പയർ ചെയ്യാൻ ഇത് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി പറയുകയാണ്. മീൻസ് ഫസ്റ്റ് തന്നെ അത് വർക്ക്, ബിക്കോസ് നമുക്ക് ലൈക്കും കുറച്ച് കുറവായിട്ട് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും മീൻസ് അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ടെലഗ്രാം ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ഡിമാൻഡ് സോൺ, സപ്ലൈ സോൺ, ആൻഡ് എല്ലാ കാര്യങ്ങളും. ആൻഡ് നിഫ്റ്റിയും ഡിമാൻഡ് സോണിൽ നിന്നാണ് അവിടെ നിന്നൊരു പുൾ ബാക്ക് ഉണ്ടായത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി കുറച്ചൊന്ന് താഴെ പോയായിരുന്നു. നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നമ്മളത് അവിടെ നമുക്കൊരു ട്രേഡിൽ മീൻസ് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജിയിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് മീൻസ് അതിൻ്റെ ലോസും പ്രോഫിറ്റും എല്ലാം അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് 3.2% പ്രോഫിറ്റാണ് 480 പെർ ലോട്ടിൽ. അതിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. മാക്സ് ലോസ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹോൾഡ് ചെയ്യാം. അതല്ല ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലേക്ക് പോകുമെങ്കിൽ അവിടെ വെച്ച് വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ടെലഗ്രാം ചാനലിലും, അതായത് സപ്ലൈ സോൺ, ഡിമാൻഡ് സോണിലൊക്കെ നമുക്ക് പറയാൻ ഉള്ളത്. ദെൻ അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക്, നമ്മുടെ നിഫ്റ്റിയുടെ മീൻസ് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒന്ന് വരാം. അവിടെ നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടി. ആൻഡ് ഡിമാൻഡ് സോൺ, ഡിമാൻഡ് സോണിൽ നിന്നാണ് നിഫ്റ്റി ഒന്ന് പുൾ ബാക്ക് എടുത്തു. ദെൻ അവിടെ നിന്ന് പയ്യെ സ്ലോലി, പിന്നെ കുറച്ച് സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് മാത്രം. എനിവേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നിഫ്റ്റിയും അത് ബ്രേക്ക് ചെയ്തു. അത്യാവശ്യം നല്ലൊരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ ഉണ്ടായേക്കണത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓയിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ആൻഡ് നിഫ്റ്റിയുടെ ലാസ്റ്റ് ഡേ വെച്ച് നോക്കണമെങ്കിൽ കുറച്ചും കൂടി 22,000 സപ്പോർട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് 22,500 ആയിരുന്നു. 500-ൽ 22 റെസിസ്റ്റൻസ്, 22,500 റെസിസ്റ്റൻസ് അവിടെ കാണാം. കോളൊക്കെ അൺവൈൻഡ് ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ അവിടെ റെസിസ്റ്റൻസിനൊന്ന് ലോ ആക്കാനുണ്ട്. ആൻഡ് 22,300-ൽ സ്റ്റാഡിലുണ്ട്, 22,200-ൽ സപ്പോർട്ട് വിത്ത് സ്റ്റാഡിലുണ്ട്. അപ്പോൾ 200 to 300 റേഞ്ച്, അപ്പോൾ 300-ൽ മാത്രമേ നമുക്കത് വെച്ചാൽ മതി. ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 22,000 ആണ്. അത് ചെറിയ സ്ലൈറ്റ്ലി കോൾ ബിൽഡിങ് മാത്രമേ. എന്തായാലും നല്ല പോസിറ്റീവായിട്ടാണ്
നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ 22,000 നമുക്ക് എന്തായി, ഇവിടെ നമുക്ക് കോൾ അത്യാവശ്യം എല്ലാം അൺവൈൻഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം മീൻസ് സ്ലൈറ്റ്ലി കോൾ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ അവിടെ. 22,000 നല്ല സപ്പോർട്ടായി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്ക് 22,200 to 22,300 ലെവലാണ് നമുക്ക് എന്താണ് നമ്മൾ ഒരു ഇതായിട്ട് പറയുന്നത്, ഒരു കൺസോൾട്ടേഷൻ റേഞ്ച്. അവിടെ വന്നാൽ മേ ബി ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് അധികമുണ്ട്. 22,300 to 22,200 ലെവൽ. ആൻഡ് 400 സ്ലൈറ്റ്ലി കോളൊന്ന് സ്ലൈറ്റ്ലി ബിൽഡ് ചെയ്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 22,500 ഇപ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്തായി, അവിടുത്തെ റെസിസ്റ്റൻസ് ഒന്നും കൂടി വീക്കായി വന്നിട്ടുണ്ട്. ഇന്നലത്തെ പോലെയല്ല, കുറച്ചൊന്ന് വീക്കായിട്ടുണ്ട്. അവിടെ നമുക്ക് പുട്ട് റൈറ്റിങ്ങും കയറി വരുന്നുണ്ട്. ബട്ട് പുട്ട് റൈറ്റിങ് കോളിൻ്റെ അത്ര ഇല്ല, എന്നാലും നമ്മൾ എന്താക്കുക, അവിടെ പുട്ട് റൈറ്റിങ് ഉണ്ട്, അതായത് കയറി വരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ OA അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. 200 to 300 ലെവൽസിലൊന്ന് വാച്ച് ചെയ്ത് വെച്ചേക്കുക. 500 റെസിസ്റ്റൻസ് ഒന്ന് മീൻസ് കുറഞ്ഞിട്ടുണ്ടെന്ന് വെക്കുക. 200 സപ്പോർട്ട് നല്ലോണം കൂടിയിട്ടുണ്ടെന്ന് വെക്കുക. അപ്പോൾ അതായത് ഒന്നും കൂടി നല്ല രീതിയിൽ OA വെച്ചിട്ട് നിഫ്റ്റി നല്ല രീതിയിൽ ഒന്നും കൂടി എന്താ പറയുക, നമുക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുണ്ട് എന്ന് കാണാം. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി കാണാം. ബാങ്ക് നിഫ്റ്റി കുറച്ചൊന്ന് 48ൻ്റെ മേളിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത്. ദെൻ ഡിമാൻഡ് സോണിൽ നിന്ന് ഒന്ന് താഴെ കൊണ്ടു. ബട്ട് എന്താ പറയുക, നമുക്ക് ലാസ്റ്റ് ഡേ ഹൈ വെച്ചിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് സപ്പോർട്ട് എടുത്തത്. ആൻഡ് പിന്നെ ഡിമാൻഡ് സോണിലേക്ക് പോയി അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. സെയിമസ് നിഫ്റ്റിയുടെ മാതിരി തന്നെ അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നു. പിന്നെ ബാങ്ക് നിഫ്റ്റി ഡേ ഹൈയിലേക്കൊന്നും എത്തിയില്ല എന്ന് മാത്രം. ബട്ട് ഓൾമോസ്റ്റ് ഒരു നല്ല കൺസോൾട്ടേഷനിൽ നിന്നുള്ള ബ്രേക്ക് ഔട്ടും എല്ലാം കഴിഞ്ഞ് നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും കൂടി ഒന്ന് എങ്ങനെയായി എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മീൻസ് നമുക്ക് OAയിൽ വെച്ചിട്ട് ഒന്നും കൂടി നോക്കാം. ജസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ OAനൊന്ന് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി എന്താ പറയുക 48,000 നമ്മൾ നല്ല റെസിസ്റ്റൻസ് പറഞ്ഞത്. ഇവിടെ നല്ല നമുക്ക് എന്തായി സപ്പോർട്ട് കയറി വരുന്നുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയാൻ ഇപ്പോൾ 48,000 ബ്രേക്ക് ചെയ്താൽ എന്തായാലും ഷോർട്ട് കവറിങ് റാലി ഉണ്ടാവും. 48,500 ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ഷോർട്ടായിട്ട് വേണമെങ്കിൽ പറയാം. ആൻഡ് 47,500 ഒരു സപ്പോർട്ടായിട്ട് വെക്കുന്നു. സ്ലൈറ്റ്ലി കോൾ ബിൽഡിംഗ് അവിടെയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ 47,500 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട്. അപ്പോൾ അത് നമ്മൾ 47,500 നമ്മൾ സപ്പോർട്ടായിട്ട് വെക്കുന്നു. ദെൻ അവിടെ സ്ലൈറ്റ്ലി കോൾ ബിൽഡിംഗ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. കോൾ റൈറ്റിംഗ് അവിടെ വന്നിട്ടുണ്ട്. മീൻസ് അവിടെ അത്രയും നല്ല ഹ്യൂജ് ആയിട്ടല്ല, ഒരു ചെറുതായിട്ട് തന്നെയാണ് ആ കോൾ റൈറ്റിംഗ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് 47,000 എന്താണ് നല്ല സപ്പോർട്ടുണ്ട്, അത് ഓൾറെഡി നമ്മൾ റിട്ടേൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 48,000 എന്താ റെസിസ്റ്റൻസ് ഒക്കെ മാറി. ഇവിടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമുക്ക് അവിടെ എന്തായി പുട്ട് റൈറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ആൻഡ് അതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട്. LIC അവിടെ നമുക്ക് പുട്ട് റൈറ്റിംഗ് ഒന്ന് കയറി വന്നതായിട്ട് കാണാം 48,000. അപ്പോൾ ബിയറിഷ്നെസ് കുറഞ്ഞിട്ട് കുറച്ചൊന്ന് ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലേക്ക് OA അനാലിസിസിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 47 ഒരു നല്ല ഹ്യൂജ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. 47,500 ഹ്യൂജ് സപ്പോർട്ട് കയറി വരുന്നുണ്ട്. 48 എന്താണ് കോള് അൺവൈൻഡിങ് നടത്തിയിട്ട് പുട്ട് അവിടെ റൈറ്റിംഗ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒക്കെ നല്ല രീതിയിൽ ബുള്ളിഷ് സെൻറ്റിമെൻ്റ് ആയി എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റയിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് FIS ഉണ്ടെന്ന് നോക്കാം. ദെൻ DIS നോക്കാം. FIS ചെറിയൊരു ന്യൂട്രൽ പൊസിഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും അവർ ലോങ്ങിലേക്ക് വന്നത് ഇപ്പോൾ ഒന്ന് അൺവൈൻഡ് വന്നിട്ടുണ്ട്. ബട്ട് കുറച്ചൊന്ന് പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ബിക്കോസ് ഏറ്റവും അൺവൈൻഡ് ചെയ്തേക്കുന്നത് പുട്ടാണ് എന്ന് മാത്രം. സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ അവർ പ്രതീക്ഷിക്കുന്നു ഈ ലെവൽസിൽ എന്ന് വേണമെങ്കിൽ FISൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ചെറിയൊരു സെല്ലിങ് ഇൻഡെക്സ് ഡെയിലി ഇൻഡെക്സിൽ ചെറിയൊരു സെല്ലിങ് കാണാം -5,000. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ OAയിലും അവർ ഒന്ന് സ്ലൈറ്റ്ലി ഒരു ചെറിയ, അത് വലിയ വ്യത്യാസം എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പുട്ടും കോളിൻ്റെ ലോങ് ആയതൊന്ന് കുറച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇൻ ലോങ്ങിലേക്ക് തന്നെയാണെന്ന് പറയാം. ആൻഡ് സെല്ലിങ് അവർ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൾമോസ്റ്റ് 1 ലാഖിന് അനുസരിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ കൂടുതലോ കുറവൊന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ന്യൂട്രൽ ആണെന്ന് തന്നെ
തന്നെ പറയാം, ഒരു ന്യൂട്രൽ ടു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ് മാക്സിമം അവർ ഈ ഒരു ലെവലിൽ കൺസോൾട്ടേഷൻ ആണ് FIs പ്രതീക്ഷിക്കുന്നത് എന്ന് കാണാം. ബിക്കോസ് അതിനനുസരിച്ചുള്ള അവർ ലോങ് അൺവൈൻഡിങ് ഒന്നും ഹ്യൂജ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ FIസിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചും കൂടി ഒരു കൺസോൾട്ടേഷൻ സ്ലൈറ്റ്ലി ഇൻ പോസിറ്റീവ് ബയാസ് തന്നെ ആയിരിക്കണം. അവർ മേ ബി അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാവുന്ന റേഞ്ച് എന്ന് പറയുന്നത് അതായിരിക്കണം. ആൻഡ് ഇനി നമുക്ക് DISനൊന്ന് വെച്ച് നോക്കാം. DIS നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ പോകണമായിരുന്നു. ബട്ട് ഇന്ന് നമുക്ക് ചെറുതായിട്ട് സെല്ലിങ് സൈഡ് കാണാം. അതായത് ലോങ് കോളും ലോങ് പുട്ടൊക്കെ അവർ സെല്ല് ചെയ്തേക്കുന്നതാണ്. അത് അവർ അൺവൈൻഡ് ചെയ്തേക്കുന്നതാണ്. ബട്ട് ലാർജ്ലി അവരെന്ത് ചെയ്തേക്കുന്നത്, പുട്ടാണ് അൺവൈൻഡ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ നമുക്കത് നെറ്റ് ബുള്ളിഷാണ്. അതായത് മേളിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കാമെന്ന് അർത്ഥം. ഇവിടെ നമുക്ക് ഡെയിലി ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അവർ ബൈ സൈഡ് വന്നിട്ടുണ്ട്. 5000 ലാസ്റ്റ് ഒരു 3000 ആയിരുന്നു, ഇന്ന് 5000. അത് നമുക്ക് ബുള്ളിഷായിട്ട് പറയാം. ആൻഡ് ഇനി നമുക്ക് OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ OA ഇൻഡെക്സിലും അവർ പോസിറ്റീവായിട്ട് തന്നെ കോള് 12ലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് ലോങ് അവർ അത്രയും ഹോൾഡ് ചെയ്തിരുന്നില്ല. ബട്ട് അവർക്ക് താഴെ അവർ നല്ല സേഫ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതായത് പുട്ട് അവർ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പുട്ടിലേക്ക് അവർ ലോങ് ഒന്നും നടത്തിയിട്ടില്ല, അവർ അൺവൈൻഡാണ്. അപ്പോൾ മേ ബി അവരും ഒരുപാട് ലോങ് അല്ലെങ്കിലും ഒരു കൺസോൾട്ടേഷൻ വിത്ത് എ പോസിറ്റീവ് ബയാസ് തന്നെ ആയിരിക്കണം പറയേണ്ടത്. ആൻഡ് ഫ്യൂച്ചേഴ്സിലാണെങ്കിലും നമുക്ക് OA വെച്ച് നോക്കുമ്പോൾ ഒരു 4000 ബൈയിങ്. അപ്പോൾ FIDA ഡാറ്റ വെച്ചിട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ്. ശരിക്കും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടെന്ന് പറയാം. FIs ആണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ലാസ്റ്റ് ഡേൻ്റെയൊക്കെ ഒരു ട്രെൻഡ് ഫോളോ ചെയ്താൽ FIsന് കുറച്ചും കൂടി ഹ്യൂജിലി ഒരു നെഗറ്റീവ് ബയാസ് ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഡേ മാത്രമാണ് അവരൊന്ന് പോസിറ്റീവ് ആയത്. ഇപ്പോൾ ഒരു സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ വിത്ത് ഒരു പോസിറ്റീവ് ബയാസിലുള്ള കൺസോൾട്ടേഷൻ ആയിരിക്കണം FISൻ്റെ ഭാഗത്ത് നിന്ന് പറയാം. ബട്ട് DIS നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുണ്ട്. അപ്പോൾ അതാണ് FIDA ഡാറ്റേൻ്റെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് എക്വിറ്റി ക്യാഷ് മാർക്കറ്റിൽ വന്നാൽ കുറച്ചും കൂടി ഒന്ന് ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. FISൻ്റെ -2000 ഓൾമോസ്റ്റ് 3000 സെല്ലിങ് വന്നാൽ DIS 3500 ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ സ്റ്റേബിളായിട്ട് തന്നെ കാണാം. ഇനി നമുക്ക് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമും കൂടി വെച്ച് നോക്കാം. ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ എന്തെങ്കിലും വരിക എന്നുള്ളതാണ്. ബട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്കെന്താ ഈ ഒരു ലെവലിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. ആൻഡ് കണ്ടിന്യൂഷൻ ക്യാൻഡിൽ അല്ലെങ്കിലും ഈ ഒരു ലാർജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ വന്ന്. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ അല്ലെങ്കിലും ഇതും നമുക്ക് നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിലായിട്ട് തന്നെ മനസ്സിലാക്കാം. ഇനി അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു നല്ലൊരു ഡിപ്പ് കിട്ടിയാൽ മാക്സിമം ലോങ്ങിലേക്ക് തന്നെ സൂചിപ്പിക്കുക. അൺടിൽ നമുക്ക് എന്താണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഈ ഒരു സപ്പോർട്ട് അല്ലേ 46 ഓൾമോസ്റ്റ് നമുക്ക് 47,000 താഴേക്ക് നല്ലൊരു ക്ലോസിങ് കിട്ടാണ്ട് ഇനി മാർക്കറ്റിന് ഒരു ബിയർ സെൻറ്റിമെൻറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ 47,500 ഇത് ബാങ്ക് നിഫ്റ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 47,500 റേഞ്ചിൽ നിന്ന് എവിടെ വന്നാലും ഇവിടെ നമുക്ക് പുൾ ബാക്ക് കിട്ടാനുള്ളതാണ് മാക്സ് ചാൻസ് വരുന്നത്. ഇതാണ് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ട്രേഡും ആ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബൈ ഓൺ ഡിപ്പ് മാർക്കറ്റാണ് കുറച്ചും കൂടി നമുക്ക് ഒരു നമ്മൾ നല്ലൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി ആയിട്ട് കാണാൻ കഴിയുക. അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പറയാനുള്ളത്. നിഫ്റ്റിയിൽ കുറച്ചും കൂടി നല്ലൊരു നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമ്മൾ നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. അവിടെ നമുക്കൊരു ക്യാൻഡിൽ ഇവിടെ ഒരു ബൈയിങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. കൺഫർമേഷൻ ക്യാൻഡിൽ, അതായത് ഒരു ഹാമർ പാറ്റേൺ ക്യാൻഡിലിന് ശേഷം ഒരു കൺഫർമേഷൻ ക്യാൻഡിലും വന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ആണ് തരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് 2200 റേഞ്ചിലേക്ക് എങ്ങാലും നമുക്കൊരു നല്ലൊരു ഓപ്പണിംഗ് വന്നാൽ നമുക്ക് നല്ലൊരു ലോങ്ങിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ഇരിക്കാം. അൺടിൽ നമുക്ക് 22,000
22,000 ഇനി ഒരു ബിയറിഷ് ക്ലോസ് വരാണ്ട് നമുക്കെന്താ മാർക്കറ്റ് നിഫ്റ്റിയും ബിയറിഷ് ആവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സോ കറൻ്റ്ലി മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലാണ് പോകുന്നത്. മേ ബി ഇനി നമുക്ക് ഈ സപ്ലൈ സോണിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നു. ബിക്കോസ് അത് ക്രോസ് ചെയ്ത് പോകാൻ തന്നെയാണ് ചാൻസ് ഹൈയിലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഇൻറ്റു 23,000 എന്നുള്ള ഒരു ടാർഗറ്റിലേക്കും എത്താനുള്ള ചാൻസ് ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നു. ഇനി ഈ വീക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്കൊന്ന് കൺസോൾട്ടേഷൻ റേഞ്ച്, ബിക്കോസ് FASും പ്രോയും നല്ല ഒരു പുൾ ബാക്കിനൊന്നും നിന്നിട്ടില്ല. അതായത് നല്ലൊരു ലോങ് FASിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ബട്ട് എന്നിരുന്നാലും നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ, ഇനി ഇവിടെ ഒരു ഡിപ്പ് കിട്ടിയാൽ ഒരു വരുന്ന മീൻസ് എന്താ പറയുക, നമുക്ക് വരുന്ന ആഴ്ച അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് വീക്കിലൊക്കെ നിങ്ങൾ ഒരു കോൺട്ര അല്ലെങ്കിൽ സ്പ്രെഡ് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഡിപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. ഡിപ്പ് കിട്ടിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു ലോങ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്റ്റോപ്പ് ലോസ് ഒരു 22,000 ബിലോ ആക്കി വെക്കാം. അതല്ല എങ്കിൽ സ്പ്രെഡ് കയറാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി 22,000 പോയാലും അതിൻ്റെ അടിയിലേക്ക് ഒരു മാർക്കറ്റ് റിവേഴ്സായി പെട്ടെന്ന്, ബിക്കോസ് വാറ് കാര്യങ്ങളെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കാം. നമ്മളത് 100% നമുക്കൊരു ഷുവർ മാർക്കറ്റിൽ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പൊസിഷൻ സൈസിങ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ലോസിലേക്ക് വന്നാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ട്രേഡിങ്ങിൻ്റെ ഒരു 1%, 2% അല്ലെങ്കിൽ 1:2 അറ്റ്ലീസ്റ്റ് നമ്മൾ മീൻസ് നമ്മുടെ ലോസ് അവിടെ വെച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കുക. അതാണ് നല്ല പൊസിഷൻ സൈസിങ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു മാർക്കറ്റിൽ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വരുന്ന ഹ്യൂജ് പ്രോഫിറ്റ് മീൻസ് പ്രോഫിറ്റിൻ്റെ നമ്പേഴ്സ് കൂടുതലല്ല ഹ്യൂജ് പ്രോഫിറ്റ്. എപ്പോഴും പൊസിഷൻ സൈസിങ്, അതായത് നമുക്ക് 1:2, 1:3 പ്രോഫിറ്റ് എപ്പോഴും നമ്മുടെ ലോസിനേക്കാളും എപ്പോഴും ഒരു റേഷ്യോ എങ്കിലും നമ്മൾ ഒരു പെർസെൻറ്റേജ് എങ്കിലും നമ്മൾ കയറ്റി വെക്കാൻ നോക്കാം. അപ്പോൾ അതാണ് നമുക്ക് ഓവറോൾ അനാലിസിസിൽ നമുക്കൊന്നും പറയാനുള്ളത്. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഓൾറെഡി ഞാൻ അത് ആദ്യം പറഞ്ഞു, ഇനി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.